സുഖമുണ്ട് കേൾക്കാൻ. അപ്പൊ അപർണ വീണ്ടും ഒരു പാട്ട്, ഒരു ഉഷാർ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഇതേ പ്രേക്ഷകർക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നു. അപർണ, അത് വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ദീപു ചോദിക്കുന്ന പാട്ടാണ് അപർണ ഇനി ചെയ്യാൻ പോകുന്നത്. താരാപഥം ഒന്ന് എടുക്കുമെന്ന് ദീപു കുറെ നേരമായി ചോദിക്കുന്നു. ദേ ദീപുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. സൂപ്പർ, ഒരുപാട് പേര് കേട്ടോ. അപ്പൊ ദീപു മാത്രമല്ല, നമ്മുടെ കമന്റുകൾ മാത്രമല്ല, നമ്മുടെ താഴെ ഈ റൺഡൗൺ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ നന്നായി പാട്ട് കൂടി പാടുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ ക്രിസ്റ്റിയൊക്കെ പറഞ്ഞു, ക്രിസ്റ്റിക്ക് വേണ്ടി കൂടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ക്രിസ്റ്റി ഇതേ പിടിച്ചോ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. അപർണ, ഒരു പാട്ടും കൂടി വേണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് കമന്റുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മിനി സജീവൻ പറഞ്ഞു സൂപ്പർ അപർണ ബാബു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കോംപ്ലിമെന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ജെൻസൻ ചേട്ടൻ പറയുന്നു, ഹൃദയസ്പർശിയായ രാഗമഴയിൽ ഇന്നത്തെ പ്രഭാതം സുന്ദരമായി, അഭിനന്ദനങ്ങൾ അപർണ. പിന്നെ ജെൻസൻ ചേട്ടാ, ശ്രീരാഗമോ നേരത്തെ അപർണ വായിച്ചായിരുന്നു, അപ്പൊ ഒന്ന് ബാക്കിലോട്ട് അടിച്ച് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവരൊന്നുകൂടി ഒന്ന് ഉഷാറാക്കാം അല്ലെ അപർണ? ഒരു പാട്ട് കൂടി ആയാലോ? അതെ, യെസ്. അതായത് ഈ കമന്റ് ഞാൻ വായിക്കാം. ഇത് അപർണയ്ക്ക് ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കോംപ്ലിമെന്റ് ആയിരിക്കും എന്നതിന് സംശയമില്ല. നമസ്കാരം ടീം റിപ്പോർട്ടർ പെൺപുലി അപർണ. യഥാർത്ഥത്തിൽ ഇനിയുള്ള മണിക്കൂറിൽ ഡോക്ടർ അരുൺ കുമാർ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അപർണ. ഗംഭീരമായി ഒരുപാട് പാട്ടുകൾ അപർണ വായിച്ചു കണ്ടെത്തിയെന്നാണ് എനിക്ക് ഭയങ്കര കലാകാരി അല്ലേ. ഒരുപാട് ദിവസമായി നമ്മൾ പാട്ട് കേൾക്കുന്നല്ലോ, ഇപ്പൊ നമുക്ക് നീ വായിച്ചു കേൾക്കാമെന്ന് വെച്ചു. അതാണ് വെറൈറ്റി. ഹൃദയത്തിൽ തൊടുന്ന എന്താണ് ശ്രുതിയായിരുന്നു അല്ലേ. അപ്പൊ ഗംഭീരമായിരുന്നു. കമന്റുകളൊക്കെ ആളുകൾ രാവിലെ. അപർണ എവിടെ വീട്? ശരിക്കും ഞാൻ മുളന്തുരുത്തി തന്നെ അല്ലേ? ഇപ്പോഴും പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ? പിന്നെ അല്ലേ, അതിന്റെ ഒരു കാണാനും ഉണ്ട് അല്ലേ. അപ്പൊ ഗംഭീരമായി പ്രേക്ഷകർ ആവശ്യപ്പെട്ട മിക്കവാറും പാട്ടുകളൊക്കെ വായിച്ചു അല്ലേ. പുറത്തൊക്കെ പോയി കച്ചേരി പരിപാടിയൊക്കെ ചെയ്തു തുടങ്ങിയോ? ഫ്യൂഷനാണ്. ഓക്കെ, വെരി ഗുഡ്. ഇത് മറ്റൊരു ഫ്യൂഷനാണ് അല്ലേ റോഷി? വാർത്തയും സംഗീതവും. ഓക്കെ, അപ്പൊ വാർത്താ സംഗീത പരിപാടിയായി റോഷിയും വെങ്കിടിയും ഇന്നത്തെ പ്രഭാതം ധന്യമാക്കി. ഒപ്പം അപർണയും. അപ്പൊ നമുക്കിനി വാർത്തയിലേക്ക് കടക്കാം. താങ്ക് യു. അങ്ങനെ കൈമാറിയിരിക്കുന്നു. ഇതാണ് വാർത്തയുടെ ഒരു ഉപകരണം എന്ന് പറയുന്നത്. ഒരുപാട് വാർത്തകളുണ്ട് അല്ലേ? ഒരുപാട് സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കാനിരിക്കുകയാണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പാലക്കാട് ബ്രൂവറി വരുന്നു. എന്താ അഭിപ്രായം റോഷിയുടെ? എനിക്ക് ഞാനൊന്ന് ഇപ്പൊ അഭിപ്രായം പറയുന്നില്ല. ശരി ശരി, ഓക്കെ വെങ്കിടി, റോഷി. ഓക്കെ, താങ്ക് യു അപർണ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ